2026 മെയ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേർന്നതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. കാര്യങ്ങൾക്കെല്ലാം ജയം ഉണ്ടാകുന്നു. എന്തിനും ഇറങ്ങിത്തിരിച്ചാലും ഒരു തടസ്സവും അത് വെറുതെ നടക്കാമെന്നല്ലാണ്ട് ഒരു കാര്യസാധ്യമില്ലാത്തതെല്ലാം ഒരുവിധം വിജയത്തിലേക്ക് വരുന്നു. തടസ്സങ്ങൾ ഇല്ലാതെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പല രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. വ്യാപാരികൾക്ക് പുതിയ ബ്രാഞ്ച് തുറക്കുവാൻ സാധിക്കുന്നു. മറ്റു വ്യവസായം നടത്തുന്നവർക്കും ധാരാളം ധനലാഭം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മകനുണ്ടായിരുന്ന പല പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മാറിക്കിട്ടുന്നു. പല രോഗങ്ങളും വൃശ്ചികക്കൂറുകാർക്കുണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. ചിലർക്ക് മാനഹാനി വരാനിരുന്നത് മാറിക്കിട്ടുന്നു. മാതാവിൻ്റെ അസുഖം മാറിക്കിട്ടുന്നു. ഭയങ്കരമായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. ഒരു പരിക്കില്ലാണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു. താമസിക്കുന്ന വീട്ടിൽ നിന്നും വേറെ വീട്ടിലേക്ക് താമസം മാറാനുള്ളൊരു സാധ്യതയും കൂടി ഈ സമയം കാണുന്നുണ്ട്. ബന്ധുക്കളുടെ വിരോധം, പല ബന്ധുക്കളും പിണങ്ങി അകന്നു നിന്നത് അതവരെല്ലാം മാറിക്കിട്ടി ഒന്നിക്കുന്നു. നിലവിൽ കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളുണ്ടെങ്കിൽ അതിന് തീർപ്പ് കൽപ്പിക്കുന്നു. അതിൽ ചിലവയ്ക്ക് നിങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാധിക്കുന്നു. ഇനി ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അകാരണമായ ഭയം ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയെന്ന്. ഇത് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു തടസ്സമല്ല. അത് സർക്കാരിൽ നിന്നും ചില പേപ്പറുകൾ റെഡിയായി കിട്ടുന്നതിനുള്ള കാലതാമസമാണ്. അത് നിങ്ങൾ ശ്രമിച്ചാൽ എവിടെയാണോ അത് തങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ മുടക്കം വന്നതെന്നുള്ളത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വേഗം കാര്യം സാധിക്കാവുന്നതാണ്. എവിടെ നിന്ന് ആകുന്നു തടസ്സമെന്ന് കണ്ടുപിടിക്കുക വ്യക്തമായിട്ട്. എന്നിട്ട് ആ ഓഫീസിൽ പോയി അത് റെഡിയാക്കുക. അപ്പം വേഗമെല്ലാം കാര്യം സാധിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പിൽ പരാജയം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പോലീസ് പരാതികളും കോടതി നടപടികളും ഒരുപക്ഷെ വന്നേക്കാം. അശ്രദ്ധ കാണിച്ചാൽ നല്ല രീതിയിൽ, അതായത് ധാരാളം ധനനാശം വരുന്നതിനും കൂടി സാധ്യതയുണ്ട്. അതുകൊണ്ട് അശ്രദ്ധ കാണിക്കാണ്ടിരിക്കുക. അതുപോലെ ഇനി ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പ്രവചിക്കുന്നത്. 9 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് പല രീതിയിലും ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തിലെ സമ്പത്ത് വന്നു ചേരും. മറ്റ് ഐശ്വര്യങ്ങളും വന്നു ചേരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പല രീതിയിലുള്ള പോലീസ് പരാതി കോടതി നടപടികളൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഈ സമയമുള്ള കൂട്ടുകെട്ടുകൾ വളരെ ശ്രദ്ധിക്കുക. അവസാനത്തെ 4 വർഷം 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആ കാലഘട്ടം ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോകുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു. അതുപോലെ തന്നെ അതിനനുസരിച്ച് നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഈ സമയത്ത് കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടുത്തരുത്. കാരണം തൊഴിൽ നഷ്ടം കാണുന്നുണ്ട്. അതിനാൽ കിട്ടിയ തൊഴിൽ ഒരുവിധം ഗുണമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു നല്ല തൊഴിൽ കിട്ടുന്നേരെ അത് തുടർന്ന് പോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഇവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു സമയമാണ് അവർക്ക്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം നടന്നു കിട്ടുന്നതിനുള്ള ഒരു സമയമാണ്. ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. വാഹനം, വീട്, സ്ഥലം എന്നിവ അവർക്ക് സ്വന്തമാക്കുന്നതിനും സാധിക്കുന്നു. അതുപോലെ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നു. ശരീരത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അവർക്ക് പൂർണ്ണമായി മാറിക്കിട്ടുന്നു. ധാരാളം ധനം അവർക്ക് നിക്ഷേപങ്ങളിലേക്ക് സമ്പാദിക്കാനും സാധിക്കുന്നതാണ്. ശാരീരികപരമായ എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടുന്നു. അലർജിയുടെ നേരിയ ഒരു ശല്യം ഉണ്ടാകാം. എന്നിരുന്നാലും വലിയ ഒരു പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ തൊഴിലിൽ നല്ലൊരു പുരോഗതി ഉണ്ടാകുന്നു. ലഭിച്ച തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നു. കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അതുമൂലം ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അവർക്ക് സാധിക്കുന്നു. അറിയപ്പെടാൻ, ഒരു കലാകാരൻ എന്ന രീതിയിൽ അറിയപ്പെടാനും അവർക്ക് സാധ്യതയുണ്ട്.
45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനം സമ്പാദിക്കാവുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നല്ല സമ്പാദ്യ പദ്ധതികളിൽ ധനം നിക്ഷേപിക്കാനുള്ള ഒരു അവസരവും കൂടിയാണിത്. ഐശ്വര്യം നിലനിർത്താൻ വേണ്ടുന്ന പൂജകൾ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഈ സമയം പൊതുവേ നല്ല ഒരു സമയമാണിത്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലത്തെ അവർക്ക് ചിലർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടുന്നൊരു സമയമാണ്. നല്ല രീതിയിൽ ശാരീരികപരമായും മാനസികപരമായും വളരെയധികം സന്തോഷമുള്ളൊരു സമയമാണ്. സർവ്വവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകുന്നു. പുതിയ വീട്, പുതിയ വാഹനം, പുതിയ കൃഷിസ്ഥലങ്ങൾ എന്നിവയെല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നും അവർക്ക് അവാർഡുകൾ ലഭിക്കുന്നു, സർക്കാരിൽ നിന്നും. അതല്ലാണ്ട് തന്നെ മറ്റുള്ള വലിയ വലിയ സംഘടനകളിൽ നിന്നൊക്കെ അവർക്ക് അവാർഡ് ലഭിക്കുന്നു. എല്ലാം കൊണ്ടും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണിത് അവർക്ക്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധനനേട്ടങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരുമെങ്കിലും അതെല്ലാം കൃത്യമായ സമയത്തുള്ള വിദഗ്ധ ചികിത്സ മൂലം അതെല്ലാം പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതിനും കൂടി അവർക്ക് സാധ്യതയുണ്ട്. പിന്നെ ഇതിലിപ്പോൾ പറയേണ്ടത് ആരുടെയും ചതിവിൽപ്പെടാണ്ട് നോക്കുക. എന്ത് ഡോക്യുമെൻസും വളരെയധികം വായിച്ച് നോക്കി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുകയും കയ്യൊപ്പ് വയ്ക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ വളരെയധികം ദോഷങ്ങൾ സംഭവിക്കാൻ, ചതിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനിഴം നക്ഷത്രക്കാർക്കുള്ളതാണ്. 13 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് താമസം മാറുന്നതിനുള്ള ഒരു ഇതിൽ കാണുന്നുണ്ട്. ചില അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഇത് എല്ലാ അനിഴം നക്ഷത്രക്കാർക്കല്ല. ചിലർ ഈ നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് പോകും. പക്ഷെ അവിടെയുള്ള കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം മൂലമോ എന്തോ അവർക്ക് ചില അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പരിചയമില്ലാത്ത നാടാണ്. ആ നാട്ടിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തതായിട്ട് വരുന്നതിനും കൂടി ഒരു സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തെറ്റും ശരിയും അറിയാണ്ട് തെറ്റുകളിൽ ചെന്ന് ചാടേണ്ട ഒരു സാധ്യതയും ഈ സമയം ചിലർക്ക് കാണുന്നുണ്ട്. അനിഴം നക്ഷത്രക്കാർക്ക് 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ചില ദുരിതങ്ങൾക്ക് അവർക്ക് ആശ്വാസം ലഭിക്കുന്നു, സംരക്ഷണം ലഭിക്കുന്നു. ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത അവർക്കുണ്ട്. അതായത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് മികച്ച ഒരു പ്രതീക്ഷിച്ചതിനും കൂടുതൽ നല്ല തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. ധനലാഭം അവർക്ക് ലഭിക്കാം. ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനുള്ള ഭാഗ്യമുണ്ട്. സന്താന ഭാഗ്യമുണ്ട്. കൂടാതെ തന്നെ ചില അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. നല്ല സ്നേഹിതന്മാർ, അതായത് സുഹൃത്തുക്കളെ അവർക്ക് ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് ചില ദമ്പതിമാർ തമ്മിൽ ചില രീതിയിലുള്ള പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതൊരു വേർപാടാണ് ഇവിടെ കാണുന്നത്. ഒന്നുകിൽ ജോലി സംബന്ധമായിട്ട് ഇത് ഒരാൾ വിദേശത്തായിരിക്കാം, ഒരാൾ സ്വദേശത്തായിരിക്കാം. അങ്ങനെ ഒരു വേർപിരിയൽ കാണുന്നുണ്ട്. ചിലർ പിരിഞ്ഞു പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത്. അത് അനാവശ്യമായ പല കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കി ധനം നിങ്ങൾ നേടാൻ ശ്രമിക്കുക. അതിനുള്ളൊരു സമയമാണിത്. ധാരാളം അനാവശ്യ ചെലവുകൾ വരാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അവർക്ക് സമ്പത്തുണ്ടാകുന്നു. അതുപോലെ തന്നെ വീട് ഉണ്ടാകുന്നു. മറ്റ് ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു സമയമാണ് അവർക്ക്. ജീവിതത്തിലെ ഏറ്റവും പറ്റിയ ഒരു മുഹൂർത്തമാണ് അവർക്കിത്. പക്ഷേ ഇതിൽ ചിലർ സ്വദേശത്തെ ഭരണാധികാരിയാകാനും സാധ്യതയുണ്ട്. ഒന്നേ പൊതു പ്രവർത്തകനാണെങ്കിൽ ഒരു ഭരണാധികാരിയാകാം. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നല്ല ജോലി ലഭിക്കുകയാണെങ്കിലും പൊതുജനങ്ങളെ സേവിക്കുന്ന രീതിയിലുള്ള ഒരു ജനകീയമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാനും അവർക്ക് സാധിക്കും. ഇതിൽ ചില നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ചില ഈ അനിഴം നക്ഷത്രക്കാരുടെ ദമ്പതിമാർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പുനർവിവാഹത്തിനും കൂടിയുള്ള ഒരു സമയം ഇതിൽ പറയുന്നുണ്ട്. അതിനും സാധിക്കുന്നു. നിങ്ങൾക്ക് കീർത്തിയും പ്രശസ്തിയും ലഭിക്കുന്നു. കണ്ണിനോ ഉദരത്തിനോ വായിലൊക്കെ ഉണ്ടായിരുന്ന രോഗങ്ങൾ പൂർണ്ണമായി മാറിക്കിട്ടുന്നു. സർവ്വ ഐശ്വര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ളവർക്ക് പല ദുഃഖങ്ങളും മനപ്രയാസങ്ങളും അവർക്ക് ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. ധനനേശം വരാം. അന്യദേശത്തേക്ക് പോകുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് വളരെയധികം കരുതൽ ആവശ്യമാണ്. അതുപോലെ തന്നെ കള്ളപ്പരാതികൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകാം.
അതിൽ ചില സമയം കോടതി നടപടികളും നിങ്ങൾക്ക് എതിരെ ഉണ്ടാകാമെങ്കിലും അത് നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ ആഭിചാര ക്രിയകൾ മൂലം നിങ്ങളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധനം ധാരാളം അവർക്ക് വന്നു ചേരും. പല വഴികളിൽ കൂടി നിക്ഷേപ സമൃദ്ധി മൂലമുള്ള ധനം അല്ലാതെയൊക്കെ ധാരാളം ധനം വന്നു ചേരാൻ ഒരു അവസരം അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് ദാരിദ്ര്യം മാറി കിട്ടുന്നു, കഷ്ടപ്പാടുകൾ മാറി കിട്ടുന്നു, പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്നു. അവർക്ക് ഒരു അല്ലലുമില്ലാതെ സുഖമായൊരു ജീവിതം ഈ കാലഘട്ടത്തിൽ അവർക്ക് നയിക്കാൻ സാധിക്കുന്നു. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഒരു ചെറിയ ശസ്ത്രക്രിയ ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ മൂലമുള്ള ഒരു ശസ്ത്രക്രിയയാണ് നടക്കുന്നത് എന്നാണ് കാണുന്നത്. ചെലവുകൾ ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ വരവിനും ഒരു കുഴപ്പവും ഇല്ലാണ്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് അതെല്ലാം നിയന്ത്രിച്ച് പോകാൻ സാധിക്കും. അതുപോലെ രക്തത്തിൽ ചില അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിത്തദോഷം എന്നിവ പിത്തരസങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 9 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാം. നിങ്ങൾക്ക് വേണ്ടുന്ന സംരക്ഷണം, ഇതിൽ ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തീരെ ആരെയും സംരക്ഷണമില്ലാത്തൊരവസ്ഥ വരാം. എന്നാലും അവരെ ബന്ധുക്കളും മറ്റുള്ള ആൾക്കാരും എല്ലാവരും ചേർന്ന് അവരെ സഹായിക്കുകയും അവർക്ക് സന്തോഷം കൊടുക്കുകയും അവർക്ക് പല രീതിയിലുള്ള പ്രയോജനം അതുമൂലം ലഭിക്കുകയും ചെയ്യുന്നു. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുറച്ച് മോശം സമയമാണ്. അവർക്ക് പണത്തിനും ഐശ്വര്യത്തിനൊക്കെ കോട്ടങ്ങൾ വരുന്ന ഒരു സമയമാണ്. സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിക്കാം, പല അനർത്ഥങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ മരണതുല്യമായ പല വിപത്തുകളും വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അവരെ എല്ലാ ആപത്തുകളിലും സഹായിച്ചുകൊണ്ടിരുന്ന, എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും എല്ലാം സഹായിച്ചുകൊണ്ടിരുന്ന ഒരാളിൻ്റെ വേർപാടും അവർക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് ചിലർക്കാണ്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതുപോലെ നടക്കാൻ സാധിക്കും. മുടക്കമില്ലാതെ നടന്നു പോകുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. വിദ്യാഭ്യാസത്തിന് തടസ്സം വന്നാൽ പോലും ആദ്യമൊക്കെ കുറച്ച് തടസ്സം വിദ്യാഭ്യാസത്തിന് ഉണ്ടാകുമെങ്കിൽ തന്നെയും പിന്നീട് അങ്ങോട്ട് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാണ്ട് അവർക്ക് ഇതിൽ ചില ആൾക്കാർക്ക് സാമാന്യ വിദ്യാഭ്യാസവും ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസവും ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അത്ര ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിന് ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ വളരെ വിലപ്പെട്ട ആൾക്കാർ, അതായത് വിലപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ വളരെ ഒരു ഉയർന്ന പദവിയിലുള്ളവർ അല്ലെങ്കിൽ വളരെയധികം വ്യാപാരങ്ങൾ നടത്തുന്നവർ, വ്യവസായങ്ങൾ നടത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരുടെ ആയിട്ടുള്ള രീതിയിൽ അവർക്കൊരു ജോലി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല കമ്പനിയിൽ അവർക്കൊരു ജോലി കിട്ടേണ്ട സാധ്യത ഇതിൽ ചില തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് അവരുടെ ഭാഗ്യം അങ്ങോട്ട് തെളിഞ്ഞു വരുന്നു. യാതൊരുവിധ ഒരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. അതുപോലെ നല്ല പദവി ലഭിക്കുന്നു. ആ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറി അവർക്കൊരു ഉന്നത നിലവാരത്തിലുള്ള ജീവിതശൈലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. സർവ്വവിധ ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഇതിൽ ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായും മാനസികമായുമുള്ള ചില പ്രയാസങ്ങൾ വന്നേക്കാം. പണച്ചെലവ് ധാരാളം വരാം, പാഴ്ചെലവുകൾ വരാം. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇതിന് ചിലർക്ക് സാധ്യതയുണ്ട്. ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനും അവിടെ ചെന്നിട്ട് അവിടെ തൊഴിലിൽ ഏർപ്പെടുന്നതിനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ സമയം മുറിവ്, ചതവ്, ഒടിവ് വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉറ്റ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും വേർപാടുണ്ടാകുന്നതിനും ഇത് ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ദുഃഖം അവർക്കുണ്ടാകാം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അവർക്ക് ചില തൃക്കേട്ട നക്ഷത്രക്കാർ, ചിലർക്ക് ഉന്നത പദവി സുഖജീവിതമാണ്. ഇതിൽ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. അത് മാറുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും എല്ലാം മാറി അവർക്കും സർവ്വ ഐശ്വര്യങ്ങളും പ്രതാപവും പദവിയും ആഡംബരമായ ജീവിതവും ലഭിക്കുന്നതിനുള്ള ഒരു സമയവും കൂടിയാണിത്. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക്
ഇതിൽ ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശരീരത്തിൻ്റെ ചില അവയവത്തിന് സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ചിലർക്ക് സർക്കാരിൽ നിന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചില നോട്ടീസുകൾ, അതായത് ജപ്തി നടപടികളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ കോടതി നടപടി ഉണ്ടാകാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ ഈ കാലഘട്ടത്ത് നിങ്ങളുടെ വിലപിടിപ്പുള്ള ഡോക്യുമെൻസുകൾ വളരെ സുരക്ഷിതമായി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മോഷണ ശ്രമം നടക്കുന്നതിനൊരു സാധ്യത കൂടി ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സും അതിന് മുകളിലോട്ടുള്ളവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അശ്രദ്ധ കാണിക്കാണ്ടിരുന്നാൽ അവരുടെ യാതൊരുവിധ വിലപ്പെട്ട വസ്തുവകകളും നഷ്ടപ്പെട്ടു പോകാണ്ട് അവർക്ക് ഇരിക്കും. അത് ചിലപ്പോൾ മോഷണം പോകാം, ചിലപ്പോൾ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് പോകണതാകാം. അതുകൊണ്ടാണ് അശ്രദ്ധ കാണിക്കരുതെന്ന് പറഞ്ഞത്. അങ്ങനെ ഇല്ലാത്തവർക്ക് വളരെയധികം നേട്ടങ്ങളുള്ളൊരു സമയമാണ്. അശ്രദ്ധ കാണിച്ചവർക്ക് കുറച്ച് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാം. അങ്ങനെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ജീവിതത്തോടൊരു വെറുപ്പും ഒക്കെ ഉണ്ടാകാം. കാരണം ഈ മിക്ക കാരണങ്ങളും നമ്മുടെ അശ്രദ്ധ മൂലമാണ് ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വരുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഉള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.